സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരളത്തിന് താൽപര്യമില്ലെന്ന റെയിൽവേ മന്ത്രിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പറഞ്ഞു. കേരളത്തിനായുള്ള കേന്ദ്ര ഇടപെടലിന് വീണ്ടും കത്ത് നൽകുമെന്നും കെ.വി. തോമസ് 24-നോട് വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്ക് നിലവിൽ കേരളത്തിന് താൽപര്യമുള്ളതായി കാണുന്നില്ലെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണമാണ് സംസ്ഥാനത്ത് വീണ്ടും കേരയിൽ ചർച്ചകളെ സജീവമാക്കിയത്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസ് പ്രതികരിച്ചു. റെയിൽവേ മിനിസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊരു DPR കൊടുത്തിട്ടുണ്ട് കേരയിൽ കോർപ്പറേഷൻ. കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പ്ലാൻ കൊടുത്തിരിക്കുന്നു DPR. അത് പരിശോധിച്ചിട്ട് എത്ര നാളായി, അതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. പദ്ധതികൾക്കായി സമർപ്പിച്ച DPR-ൽ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നിരവധി തവണ പദ്ധതിക്കായി കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര മറുപടിക്കായി വീണ്ടും കത്ത് നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും കെ.വി. തോമസ് അറിയിച്ചു. കേരളത്തിനോട് അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ളതുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 24 ഡൽഹി.